ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് ജനറൽ എക്കണോമിക്സ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജനറൽ എക്കണോമിക്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ജനറൽ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം രണ്ടാമത്തെ ചാപ്റ്റർ ബ്ലോക്ക് 1 മൈക്രോ എക്കണോമിക്സ്, യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഇൻട്രൊഡക്ഷൻ നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. ഇനി ഒന്നും കൂടി പറയാണ്, മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം ഹാളിൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ആ രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, 2 വട്ടം ക്ലാസ് കേൾക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, PDF ഒരു 2 വട്ടം വായിക്കാം. എന്നാൽ സെറ്റാണ്, ഓക്കെയാണ്. അപ്പൊ നമ്മൾ തുടങ്ങാം. എക്സ്പ്ലെയിൻ ദ കീ ഫോക്കസ് ഏരിയാസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. മൈക്രോ എക്കണോമിക്സിന്റെ കീ ഏരിയാസ് ഏതൊക്കെയാണ്, ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പം ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിപണികൾ എന്നിവയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പഠിക്കുന്ന ശാഖയാണ് എന്ത്, മൈക്രോ എക്കണോമിക്സ്. ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിപണികൾ എന്നിവയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പഠിക്കുന്ന ശാഖയാണ് മൈക്രോ എക്കണോമിക്സ്. അപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്താണ്? ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിപണികൾ എന്നിവയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പഠിക്കുന്ന ശാഖ ആണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന വാക്ക് ഗ്രീക്ക് പദമായ മൈക്രോസ് എന്നതിൽ നിന്നാണ് വന്നത്. മൈക്രോ എന്ന വാക്ക് വന്നത് ഗ്രീക്ക് പദമായിട്ടുള്ള മൈക്രോസിൽ നിന്നാണ് മൈക്രോ എന്നുള്ള വാക്ക് വന്നത്. അതിനർത്ഥം എന്താണ്? ചെറുത്. 1933 ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ റാഗ്നർ ഫ്രിഷ് സാമ്പത്തിക സാഹിത്യത്തിൽ ആദ്യമായി ഇത് ഉപയോഗിച്ചത് ആരാണ്? റാഗ്നർ ഫ്രിഷ് ആണ്. റാഗ്നർ ഫ്രിഷ് ഓസ്ലോ യൂണിവേഴ്സിറ്റിയിൽ 1933 റാഗ്നർ ഫ്രിഷ് ആണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേക മേഖലയായി മൈക്രോ എക്കണോമിക്സ് വികസിപ്പിക്കുന്നതിന് ആഡം സ്മിത്ത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. നമ്മൾ പറഞ്ഞു, എക്കണോമിക്സിന്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്തും മൈക്രോ എക്കണോമിക്സിലെ വികസിപ്പിക്കുന്നതിൽ ആഡം സ്മിത്തിനും ഒരു പ്രധാന പങ്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഉപഭോക്താക്കൾ, തൊഴിലാളികൾ, ബിസിനസ് മാനേജർമാർ, സ്ഥാപനങ്ങൾ, വ്യക്തിഗത വ്യവസായങ്ങൾ, വിപണികൾ എന്നിവയെ കുറിച്ചുള്ള പഠനത്തിലാണ് മൈക്രോ എക്കണോമിക്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ മൈക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ കുറച്ച് അതായത് നമ്മൾ പറഞ്ഞില്ലേ, മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പൊ ഉപഭോക്താക്കളുണ്ട്, തൊഴിലാളികളുണ്ട്, ബിസിനസ് ഉണ്ട്, മാനേജർമാരുണ്ട്, സ്ഥാപനമുണ്ട്, അതുപോലെ തന്നെ വ്യക്തിഗത വ്യവസായമുണ്ട്, വിപണി ഉണ്ട്. ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ ഒന്നും കൂടി വലിയ വീക്ഷണമാണ്. ഓക്കെ, അപ്പോ പ്രൊഡക്ഷൻ, പിന്നെ അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്. ഞാൻ പോയിന്റ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ പറയുമ്പോൾ പോയിന്റ് വൈസ് തന്നെ പഠിക്കണം. ഓക്കെ അല്ലേ? പ്രൊഡക്ഷൻ, കൺസംഷൻ, മാർക്കറ്റ് പ്രൈസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പം പ്രൊഡക്ഷൻ, ഉൽപാദനം നമ്മൾ പറഞ്ഞു, കൺസംഷൻ ഉപഭോഗം, അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ്, അതൊക്കെ കേന്ദ്രീകരിക്കുന്ന ആരാണ്? മൈക്രോ എക്കണോമിക്സ് ആണെന്ന് പറയാം. ഓക്കെ, ഉപഭോക്താക്കൾ എന്ത് സാധനം വാങ്ങണമെന്ന് തീരുമാനിക്കുന്നു. ഉപഭോക്താക്കൾ ആണ് എന്ത് സാധനങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. തൊഴിലാളികൾ എന്തൊക്കെ തൊഴിലുകൾ സ്വീകരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നു. തൊഴിലാളികൾ ഏതൊക്കെ തൊഴിലുകൾ സ്വീകരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നു. ബിസിനസ് ആളുകൾ എന്താണ് ചെയ്യുന്നത്? എത്ര ജീവനക്കാരെ നിയമിക്കണമെന്നും എത്ര ഉൽപ്പാദിപ്പിക്കണമെന്നും ഒക്കെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അടുത്തത് പറയാം. ഇതൊന്നുമില്ല, മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചിട്ട് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, വ്യാപ്തി. മൈക്രോ എക്കണോമിക്സിന്റെ വ്യാപ്തിയാണ് പറയുന്നത്. ഉൽപ്പന്ന വില നിർണയ സിദ്ധാന്തം ഒന്നാമത്തേതാണ്. ഉൽപ്പന്ന വില നിർണയ സിദ്ധാന്തം 3 ഉൽപ്പന്ന വില നിർണയ സിദ്ധാന്തമുണ്ട്, അതുപോലെ തന്നെ ഘടക വില നിർണയ സിദ്ധാന്തമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക ക്ഷേമ സിദ്ധാന്തം. ഇത് 3 സിദ്ധാന്തങ്ങളാണ് നമ്മളെ മൈക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നിന്റെ സ്കോപ്പ് ഓഫ് വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഉൽപ്പന്ന വില നിർണയ സിദ്ധാന്തം എന്നാണ്, തിയറി ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിംഗ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും, തിയറി ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് എക്സ്പ്ലെയിൻ എന്ന് വരും. ഓക്കെ, മൈക്രോ എക്കണോമിക്സിലെ ഒരു പ്രധാന ശാഖയാണ് തിയറി ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിംഗ്. അല്ലേ? തിയറി ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് മൈക്രോ എക്കണോമിക്സിലെ ഒരു പ്രധാന ശാഖയാണ്. വിവിധ വിപണിയിൽ ആവശ്യവും വിതരണവും എങ്ങനെയാണ് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. അപ്പം വിവിധ വിപണിയിൽ ആവശ്യവും വിതരണവും എങ്ങനെയാണ് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. എന്തിന്റെ ഭാഗമാണ്? തിയറി ഓഫ് പ്രൊഡക്റ്റ് പ്രൈസിംഗ് ആണല്ലോ. എന്തിന്റെ ഭാഗമാണ്? മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗമാണ്. വിവിധ വിപണിയിൽ ആവശ്യവും വിതരണവും എങ്ങനെയാണ് ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യവും വിതരണവും വില നിർണ്ണയത്തിൽ പ്രധാന ഘടകങ്ങളാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ ആവശ്യവും വിതരണവും വില നിർണ്ണയത്തിൽ പ്രധാന ഘടകങ്ങളാണ്. ആവശ്യ നിയമം എന്താ? ആവശ്യ നിയമം പറഞ്ഞാൽ വില ഉയർന്നാൽ ആവശ്യകത കുറയും, വില കുറഞ്ഞാൽ ആവശ്യകത വർദ്ധിക്കും. അല്ലെ? വില കുറയുമ്പോൾ നമ്മളൊക്കെ സാധനങ്ങൾ നന്നായിട്ട് വാങ്ങൂലേ? വില ഉയർന്നാൽ എന്ത് ചെയ്യും? നമ്മളൊന്നും സാധനം വാങ്ങൂല. വിതരണ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? വില ഉയർന്നാൽ ഉൽപാദകർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ വില ഇങ്ങനെ ആ ഒരു ബേസിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വില ഉയർന്നാൽ എന്ത് ചെയ്യും? ഉൽപാദകർ എന്ത് ചെയ്യും? അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വില കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഉൽപാദനം കുറക്കും. പറ്റങ്ങട് കുറഞ്ഞാൽ